ഹലോ പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ BA വിദ്യാർത്ഥികൾക്ക് സാഹിത്യവും മാനവികതയും എന്ന പുസ്തകത്തിൽ സുഗതകുമാരിയുടെ അട്ടപ്പാടികൾ കൃഷ്ണവനം എന്ന പാഠഭാഗം പഠിക്കാനുണ്ട്. സുഗതകുമാരിയുടെ പരിസ്ഥിതിയെ അടിസ്ഥാനമാക്കിയുള്ള 25 ലേഖനങ്ങൾ അടങ്ങിയ ലേഖന സമാഹാരമാണ് കാവ് തീണ്ടല്ലേ എന്നുള്ളത്. ഈ ഭൂമിയുടെ നിലനിൽപ്പിന് മനുഷ്യൻ എന്ന ജീവിയാണ് ഭീഷണിയായി തീർന്നിട്ടുള്ളത് എന്നും അതിന് പരിഹാരം കാണേണ്ടത് ഈ ഭീഷണിക്ക് ഉത്തരവാദിയായ മനുഷ്യർ തന്നെയാണെന്നുമുള്ള ആശയമാണ് ഈ പുസ്തകത്തിൻ്റെ കാതൽ. തൻ്റെ ഗുരുവായ NV കൃഷ്ണവാര്യർക്കാണ് സുഗതകുമാരി ഈ പുസ്തകം സമർപ്പിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ ഒരു അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ള അട്ടപ്പാടികൾ കൃഷ്ണവനം എന്നുള്ളത്. അതായത് ഈ പുസ്തകത്തിൽ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി എന്ന് പറയുന്ന പരിസ്ഥിതിപരമായ നിരവധി വെല്ലുവിളികൾ നേടുന്ന ഒരു ഭൂപ്രദേശമാണ്. വലിയ തോതിലുള്ള വനനശീകരണം നടന്നു, മണ്ണൊലിപ്പുകൾ നടന്നു. ഈ പ്രദേശത്തിൻ്റെ സ്വാഭാവിക ഘടനയെ വല്ലാത്ത രീതിയിൽ ബാധിച്ചു. പ്രകൃതി സ്നേഹത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും പ്രതീകമായി ഉയർന്നു വന്ന ഒരു സ്വകാര്യ വനമാണ് കൃഷ്ണവനം. കൃഷ്ണവനം ഒരു ഒറ്റപ്പെട്ട വനമേഖലയായി എന്നതിലുപരി പാരിസ്ഥിതിക പുനഃസ്ഥാപനത്തിൻ്റെയും വ്യക്തിഗത പ്രതിബന്ധത്തിൻ്റെയും ഉദാത്ത മാതൃകയായി കേരളത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നുണ്ട്. സുഗതകുമാരി 1985 അട്ടപ്പാടിയിലെത്തുന്നത്. അന്ന് മുച്ചിക്കുണ്ടിലെ വനം കൊള്ളക്കെതിരെയാണ് അവരെത്തുന്നത്. അട്ടപ്പാടിയിലെ പ്രത്യേകിച്ച് ബൊമ്മിയാമ്പടി ഊരിന് പിന്നിലെ ദയനീയമായ കാഴ്ച അവരുടെ ഹൃദയത്തെ പൊള്ളിക്കുന്നുണ്ട്. 100ഓളം മുട്ടക്കുന്നുകൾ, വെട്ടിനശിക്കപ്പെട്ട മരങ്ങൾ, മഴയില്ലാത്ത നാളുകൾ, പൊരിഞ്ഞ പട്ടിണി. ഇതായിരുന്നു ഈ പറഞ്ഞ ഭൂമിയാമ്പടിയിലെ അവസ്ഥ. വനം വകുപ്പിൻ്റെ ഭൂപടത്തിൽ അവിടെയെല്ലാം വിശുദ്ധ വനഭൂമിയായിരുന്നു. സുഗതകുമാരിയുടെ നേതൃത്വത്തിൽ പ്രകൃതി സംരക്ഷണ സമിതി ഓലക്കുടിൽ കെട്ടി 75 ഏക്കറിൽ സാഹസികമായ ഒരു പരീക്ഷണം ആരംഭിച്ചു. മരിച്ചുപോയ കാടിനെ പുനരുജ്ജീവിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ലഭിച്ചു. ഉദ്യോഗസ്ഥരും കോൺട്രാക്ടർമാരും ഇല്ലാതെ ആദിവാസികൾ ആയിരക്കണക്കിന് നാടൻ മരത്തങ്ങൾ ശേഖരിച്ചു നട്ടു. ഈ വന പുനരുജ്ജീവന പദ്ധതിയുടെ ഓർമ്മകളാണ് അട്ടപ്പാടികൾ കൃഷ്ണവനം എന്ന അധ്യായത്തിൻ്റെ ഉള്ളടക്കം. ഈ അധ്യായം 9 ചെറിയ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഭൂമിക്ക് സ്വയം മുറിവുകൾ ഉണക്കാനുള്ള കഴിവുകളുണ്ടെന്നും അതിനൊരു കൈത്താങ്ങു മാത്രം മതിയെന്നും അത്തരത്തിലൊരു ശ്രമമാണ് അട്ടപ്പാടിയിലെ കൃഷ്ണവന പരീക്ഷണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അധ്യായം തുടങ്ങുന്നത്. 1985 അട്ടപ്പാടിയിലെത്തുമ്പോഴുള്ള ഭൂമിയാമ്പടിയിലെ അവസ്ഥ അതിദയനീയമായിരുന്നു എന്നും അവിടുത്തെ വീടുകളിലെ ആദിവാസി സ്ത്രീകൾ തങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങൾക്ക് ജോലി തരൂ എന്ന് പറഞ്ഞാണ് അവരെ സമീപിച്ചതെന്നും വെള്ളച്ചാട്ടങ്ങളിലെ പാടുകൾ മാത്രം ആ ഭാഗത്ത് ജലസ്രോതസ്സുകളുടെ ശോചനീയാവസ്ഥ വിവരിക്കുന്നുണ്ട് എന്നൊക്കെ ആദ്യഭാഗത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഒരിക്കൽ സമൃദ്ധമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ വറ്റി നശിച്ചതിനെ എന്നോ ചത്തുപോയ വെള്ളച്ചാട്ടങ്ങളുടെ പാടുകൾ എന്ന് എഴുത്തുകാരി വിവരിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ രേഖകളിൽ നിക്ഷിപ്ത വനഭൂമി എന്ന് അടയാളപ്പെടുത്തിയ ആ പ്രദേശം യഥാർത്ഥത്തിൽ ചൂടും പൊടിയും ഉണങ്ങിയ മരങ്ങളും നിറഞ്ഞ വരണ്ട ഇടമായിരുന്നു. അതിലൂടെ ഒഴുകുന്ന നശിക്കാറായ ഒരു തോടിനടുത്ത് അവർ കുടിൽകെട്ടി പ്രകൃതി സംരക്ഷണ ഓഫീസൊരുക്കി അവിടെ താമസിച്ചുകൊണ്ട് സർക്കാർ അനുവദിച്ച 30 ഹെക്ടറിൽ സാഹസിക പരീക്ഷണം ആരംഭിച്ചു. ഈ സംരംഭത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കപ്പാർട്ട് എന്ന സ്ഥാപനം പണം അനുവദിക്കുന്നുണ്ട്. അവിടെ ജോലി ആരംഭിച്ചു. പാട്ടുപാടിക്കൊണ്ട് പണിയെടുത്തു. അവിടെ പണിയെടുക്കുന്നവരെല്ലാം ആദിവാസി ജനതയും തമിഴ് കുടുംബവുമായിരുന്നു. അവർക്കിടയിലെ പ്രായമായവരുടെ ഓർമ്മകളിൽ മാത്രം നിലനിന്ന സമൃദ്ധമായിട്ടുള്ളൊരു കാടിനെ പുനരുജ്ജീവിക്കാൻ അവർ പാട്ടുപാടിക്കൊണ്ട് ഉത്സാഹത്തോടെ പണിയെടുത്തു. മലഞ്ചെരുവുകളിൽ വേലി കെട്ടി തിരിച്ചു. ഓരോ മഴയ്ക്ക് മണ്ണും വെള്ളവും ഒലിച്ചു പോകുന്ന വിള്ളലുകളെ അടച്ചു. ആയിരക്കണക്കിന് ചെടികൾ നട്ടു. ഞാവലും താന്നിയും വാഗിയും കാട്ടുനെല്ലിയും മുങ്ങും മരുതുമടക്കം നിരവധി വൃക്ഷത്തൈകൾ നട്ടു. അടുത്ത മഴ വരുന്നു എന്ന് പറയുന്ന പാഠഭാഗത്ത് മഴയില്ലാതെ ചെടികൾ ഉണങ്ങിപ്പോകുമെന്ന സന്ദർഭം വന്നപ്പോൾ ആദിവാസികൾ സ്ത്രീകൾ തോടുകളിൽ നിന്ന് വെള്ളം അല്ലെങ്കിൽ തങ്ങൾ കുഴിച്ച കിണറുകളിൽ നിന്ന് വെള്ളം കോരി കുടങ്ങളിൽ നിറച്ച് തൈകൾ നനച്ചു. കുറേ തൈകൾ കരിഞ്ഞുപോയി, ബാക്കിയൊക്കെ കിളിർത്തു വന്നു. അതിൻ്റെ പിന്നാലെ കിളികളെത്തി.
പക്ഷികളും മൃഗങ്ങളും എത്തി, കിളികളും തേനീച്ചകളും എത്തി, മുയലും കുറുക്കനും പാമ്പും കീരിയും എത്തി. കാടിന് കാവൽ നിൽക്കുന്ന ഘുമ്മൻ എന്നയാൾ ആവേശത്തോടെ പറഞ്ഞൊരു കാര്യം എഴുത്തുകാരി വിശദീകരിക്കുന്നുണ്ട്. എവിടെയോ നിന്ന് ഓടി വന്ന ഒരു കേഴമാൻ അവിടെ എത്തിയിരിക്കുന്നു, പിന്നീട് അതിനൊരു കൂട്ടം തന്നെ അവിടെ ഉണ്ടായി എന്നൊക്കെ അടയാളപ്പെടുത്തുന്നു. പണ്ടെങ്കോ മരിച്ചുപോയ ഒരു അരുവി വീണ്ടും ഒഴുകിത്തുടങ്ങിയ സന്തോഷം അവർ അരുവിയുടെ രണ്ടാം ജന്മം എന്ന ഭാഗത്ത് പങ്കുവയ്ക്കുന്നുണ്ട്. ഈ യജ്ഞത്തിൻ്റെ ഫലമായി ആത്മവിശ്വാസം കൊണ്ട് അവർ 70 ഹെക്ടർ കൂടി പ്രവർത്തിക്കാൻ ധൈര്യം നൽകി. എന്നാൽ അവിടുത്തെ പ്രൊജക്റ്റിൻ്റെ തീർന്നതിനാൽ ഭൂമി സർക്കാരിനെ ഏൽപ്പിച്ച് അവർ മടങ്ങേണ്ടി വന്നു. അങ്ങനെ സസ്യവൈവിധ്യവും മണ്ണിൻ്റെ പോഷണവും ഈർപ്പും മണ്ണൊലിപ്പ് തടയലും വന്യജീവിയുടെ ആവാസവും നീർവാർച്ചയുടെ വർധനവും എന്നിവയെല്ലാം ഭൂമിയാമ്പടിയിലെ വനജീവന പ്രദേശത്ത് നേടിയിരിക്കുന്നുവെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അങ്ങനെ പുനർജനിച്ച ആ വനഭൂമിക്ക് അവർ നൽകിയ പേരാണ് കൃഷ്ണവനം എന്നുള്ളത്. പ്രകൃതി സംരക്ഷണ സമിതിയുടെ വഴികാട്ടിയും അധ്യക്ഷനുമായ NV കൃഷ്ണവാര്യരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പേരിട്ടത്. ഭൂമിയാമ്പടി മലമുകളിൽ വെച്ച് മരണപ്പെട്ട വനവൽക്കരണ യജ്ഞത്തിൻ്റെ ചുമതലക്കാരൻ ഒരാളായ അവറാച്ചനെ വനവൽക്കരണത്തിൻ്റെ രക്തസാക്ഷി എന്ന ഭാഗത്ത് അവർ ഓർക്കുന്നുണ്ട്. ഈ പ്രവർത്തനത്തിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്നതിന് ഉത്തരം ഭൂമനാമ്പടിയിലെ പട്ടിണിയിലായിരുന്ന ആദിവാസികൾ തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. ഈ കാട്ടിൽ നിന്ന് വിറകും പുല്ലും പച്ചമരുന്നും കാട്ടുതേനും കായും കിഴങ്ങും അവർക്ക് ലഭിക്കും. ഇതൊരു തുടക്കം മാത്രമാണെന്നും അട്ടപ്പാടിയെ മഹാസ്വപ്നങ്ങളുണ്ടെന്നും സുഗതകുമാരി കൂട്ടിച്ചേർക്കുന്ന ഇടത്താണ് ഈ പാഠ്യഭാഗം അവസാനിക്കുന്നത്. ഓക്കെ, താങ്ക് യു.